ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രോഷ്യ കൊണ്ട് നമുക്ക് ബേബികൾക്ക് പറ്റിയ ഷൂസാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ട്രയലാണ്. ഞാൻ ഒരു ഷൂ മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. ഇങ്ങനെ പല പാറ്റേണിൽ പല ഷൂസും ചപ്പൽസ് ഇതൊക്കെ ബേബീസിന് അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഈ കളർ നൂല് കുറേ ഉള്ളത് കൊണ്ടാണ് ഞാൻ ട്രയൽ നോക്കാൻ ഇപ്പോഴും ഈ കളർ നൂല് തന്നെ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ തുടങ്ങല്ല. അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു ഒരു കുപ്പി വെള്ളമൊക്കെ നിറച്ച് നൈസായിട്ട് പണി തുടങ്ങിയിട്ട് കേട്ടോ. നമ്മുടെ ഇപ്പോൾ ബേബീസിൻ്റെ ബ്ലാങ്കറ്റ്, വെൽക്കം ബ്ലാങ്കറ്റ് അങ്ങനെ കുറേ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷൂസ്, തൊപ്പി, കൂടുതലായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ വിറ്റ് പോയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ അമിക്കുരുമി പാവകളാണ്. ഈ ടെഡി ബിയർ, ബിഗ് ബണ്ണി അങ്ങനത്തെ ഓരോ പാവകൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഈ സാധനങ്ങൾ. കീ ചെയിനോളും പോയിട്ട് ഈ ടെഡി ബിയറിൻ്റെ കീ ചെയിനോളും പെണ്ണുങ്ങൾക്ക് ടെഡി ബിയർ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞ പോലെ ടെഡി ബിയർ ഐറ്റംസാണ് എൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പോയിട്ടുള്ളത്. ഞാൻ സാധാരണ ഓർഡറിൽ ഇങ്ങോട്ട് വരുമ്പോൾ കൂടുതൽ ഇങ്ങനെ അങ്ങോട്ട് ചേരും, വലുതും വീണോ അങ്ങനെ ഓർഡർ പിടിക്കലാണ് എൻ്റെ പ്രധാന തൊഴിൽ. അപ്പോൾ ഞാൻ ഇപ്പം ഉണ്ടാക്കണ ഈ ഷൂന് വെറും 118 ആ റേഞ്ച് വരുന്നുള്ളൂ കേട്ടോ. 0 to 3 month ഉള്ള വേണ്ടിയിട്ടുള്ളതാട്ടോ അത്. ഈ ക്രോഷ്യറ്റിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാതും നമുക്ക് ക്രോഷ്യ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. കാരണം മെഷീനിൽ ചെയ്യണതും നമ്മൾ കൈകൊണ്ട് ചെയ്യണതും ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് ചെയ്യണത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവുണ്ടായിരിക്കും. പക്ഷേ കാണാൻ നല്ല രസമില്ലേ എന്ന് പറഞ്ഞ പോലെ ഡിമാൻഡ് അതായത് അധികം ആൾക്കാർ അങ്ങനെ ഡിമാൻഡ് ചെയ്യില്ല. ഈ ക്രോഷ്യ ഐറ്റംസ് ഭയങ്കര അപൂർവം കുറച്ച് പേരായിരിക്കും ക്രോഷ്യ ഐറ്റംസ് ഇതാക്കുള്ളൂ. കാരണം ചിലവർ എക്സൈറ്റ്മെൻറ്റോടും വാങ്ങിക്കണവരുണ്ട്. കാരണം ഇതെന്താ സംഭവം, നൂലുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ, അതായത് കാണാത്തവരുണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഈ ചെറുപ്പത്തിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ ക്രാഫ്റ്റ് വർക്കുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതേപോലെ തൊപ്പി ഉണ്ടാക്കുക അങ്ങനെ പഠിച്ചിട്ടുള്ളതാട്ടെ ഞാനും. അങ്ങനെ നമ്മുടെ തൊപ്പി നമ്മുടെ ചെരുപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു ഡെക്കറേഷനായിട്ട് ഒരു പൂ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് പലതരം പാറ്റേൺസ് ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ലാസ്റ്റ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്ട്രാപ്പ് വേണമെങ്കിൽ ഒരു ഹുക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ കുഞ്ഞി കൈയാണ് ഞാൻ കുഞ്ഞി കാലാണ് ഞാൻ. എൻ്റെ മെയിൻ മോഡൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാവക്കുട്ടിയാണ്. ആ പാവക്കുട്ടിയുടെ കാലുമേ ആണ് ഞാനിത് വെച്ച് നോക്കി പരീക്ഷിക്കണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓർഡേഴ്സ് വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ടാറ്റാ. ഇതാട്ടോ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള പാറ്റേൺസ്.